യെസ് എനിക്ക് മനസ്സിലായി അത് വ്യക്തമാണ്. ബെന്നി ജനപക്ഷം പല രീതിയിലുള്ള വൈകാരികമായിട്ടുള്ള നഷ്ടങ്ങൾ അതനുസരിച്ചുള്ള ഒരു പക്ഷേയുള്ള പ്രതികരണങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതിലേക്കൊന്നും കടക്കണമെന്നില്ല. അത് കടന്നു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മിസ്സായി പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ചാർജ് ഷീറ്റുമായി ബന്ധപ്പെട്ട്. ഒരാൾക്ക് ഇത്രയും ഗുരുതരമായ അവസ്ഥയിലെത്തിയ ഒരാളെ ഇത്രയും ദൂരെ കൊണ്ടുവന്ന് എന്തിന് ചികിത്സ നൽകി, അത് ആരുടെ നിർദ്ദേശപ്രകാരം, ഹോസ്പിറ്റലുകളിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ എവിടെ മുതലായ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ചാർജ് ഷീറ്റിലില്ല. അതിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് മറച്ചു പിടിച്ചുകൊണ്ടുള്ള മൊഴികൾ നൽകുന്ന പോലീസ്, ആ പോലീസിൽ നിന്ന് മാറ്റിക്കൊണ്ട് കൊണ്ടുപോകണം പുറത്തേക്ക് അന്വേഷണം എന്ന് പറയുമ്പോൾ ആ അന്വേഷണത്തെ എതിർക്കുന്ന സർക്കാർ ഇത് വലിയ രീതിയിൽ ഒരു കുടുംബത്തിന്റെ മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിർത്തുന്നു. അതിൽ സ്വാഭാവികമായിട്ട് ദുരൂഹത തോന്നുന്നുണ്ടെങ്കിൽ കുറ്റം പറയാൻ കഴിയില്ല. അപർണയും ന്യൂസ് 8ന്റെ പ്രേക്ഷകരും ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്, ഒന്നാമത് ഒരു പിതാവിന്റെ സംശയങ്ങൾ, ഒരു പിതാവിന്റെ വേദന മാത്രമല്ല അവിടെ സംശയങ്ങൾ പ്ലസ് നമ്മുടെ സാഹചര്യങ്ങളും കൂടി നോക്കിയാൽ കൂട്ടി വായിച്ചാൽ ഇത് CBI അന്വേഷിച്ചാൽ എന്താണ് കുഴപ്പം? നമ്പർ 1, നമ്മുടെ വക്കീൽ പറഞ്ഞ പോലെ 2 മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് പോയത്. ആ സ്വകാര്യ ആശുപത്രി ആവട്ടെ പല കിംവദന്തികളിലും പെട്ട ഒരു ആശുപത്രിയാണ്. നമുക്കറിയാം, ശ്രീറാം വെങ്കിട്ടറാം എന്ന് പറഞ്ഞ IAS ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് ഒരു പെണ്ണുമായിട്ട് പോയി ഒരു മാധ്യമ പ്രവർത്തകനെ KM ബഷീറിനെ ഇടിച്ച് കൊന്നിട്ട് സർക്കാർ ആശുപത്രിയിലല്ല കള്ള് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയത്. ഇവനെ നേരെ കൊണ്ടുപോയി ഈ ദുരൂഹത പറഞ്ഞ ആശുപത്രിയിലാണ് അഡ്മിറ്റ് ചെയ്തത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം തിരുവനന്തപുരത്തെ ഇത്തരം കുറച്ച് പോലീസുകാർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണ കുറച്ച് ആശുപത്രികളുണ്ട്. അവിടെ ചിലപ്പോൾ വന്ദനദാസിനെ കുങ്കിയാന കുത്തിയതാണെന്നും അല്ലെങ്കിൽ 2018 വെള്ളപ്പൊക്കത്തിൽ വെള്ളം ലംഘിച്ച് പോയതാണെന്ന് വരെ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ആശുപത്രിയാണത്. രണ്ടാമത്തെ, ഈ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 5-8 കൊല്ലം മുമ്പാണെങ്കിൽ ഞാൻ ഇത് പറഞ്ഞേനെ, ഇതിങ്ങനെയൊന്നും സംശയിക്കരുതെന്ന്. പക്ഷെ ഇന്ന് ആരോഗ്യ മേഖലയിലെ ചൂഷണം ഞാൻ പറയുമ്പോൾ ദൈവത്തെ ഓർത്ത് എന്നെ ആരും എതിർക്കരുത്. അതായത് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ദൈവതുല്യരാണ്. നമുക്ക് വയറ്റുവേദന തൊട്ട് കുഴിനകം തൊട്ട് ഹാർട്ട് അറ്റാക്ക് എന്ത് വന്നാലും ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ ദൈവതുല്യരാണ്. പക്ഷെ ഇന്നത്തെ ഡോക്ടർമാർ, എല്ലാവരെയും ഞാൻ അടക്കം പറയുന്നില്ല, ഇന്നത്തെ മിക്ക ഡോക്ടർമാരും 5 കോടി 6 കോടിക്ക് ഡോക്ടറായി കഴിഞ്ഞാൽ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി എന്തിനു പറയണ, ഞാൻ എന്റെ കിഡ്നി എന്റെ വൃക്ക ഞാൻ അപർണക്ക് തരുവാണെങ്കിൽ ആ പേപ്പർ മാച്ച് ചെയ്യാൻ, അതായത് സ്വന്തക്കാരുടെ അല്ലാത്ത ബ്ലഡ് റിലേഷൻ അല്ലാത്ത എന്റെ വൃക്ക അപർണക്ക് തരുവാണെങ്കിൽ ആ പേപ്പറിന് കൈക്കൂലി മേടിക്കണ നാട്ടിലാണ് ഞാൻ സംസാരിക്കുന്നത്. കൂടാതെ ആരോഗ്യ മേഖലയിലെ മാഫിയയെക്കുറിച്ച്, ആരോഗ്യ മേഖലയിലെ അഴിമതിയെക്കുറിച്ച് ഞാൻ ഒരു 15 കൊല്ലമായി പറയുന്ന, ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാവരെയും അടച്ചല്ല ആക്ഷേപിക്കുന്ന, മിക്കവാറും ഡോക്ടേഴ്സ് പണമുണ്ടാക്കുക, എത്തിക്സിനപ്പുറം പണമുണ്ടാക്കുക എന്നുള്ള ഒരു തോതിൽ പോകുന്നു. ഈവൻ IMA, ശരിക്കും IMA ഒരു രജിസ്റ്റേർഡ് ക്ലബ്ബാണ്. അല്ലാണ്ട് ഇതിപ്പോഴും ഇന്ത്യ ഗവൺമെന്റോ കേരള ഗവൺമെന്റോ ഒന്നും അംഗീകരിച്ചിട്ടുള്ള ഒരു സാധനമല്ല ഈ IMA. ഒരു ക്ലബ്ബാണ്, ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മ. അവർ ഒത്തുചേർന്ന് മരുന്ന് കമ്പനിയെയും ഇതുപോലെ അവയവ മാഫിയയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പറയാൻ പോയാൽ എങ്ങും തീരില്ല. ഇനി ഏറ്റവും അവസാനം, ഈ 2 ദിവസം മുമ്പ് അല്ലെ ഒരാഴ്ച മുമ്പ് എറണാകുളം മഹാരാജാസിൽ ആ SFIയും ഇവരും കൂടി ഉള്ള അടി നടന്നപ്പോൾ ഈ നിയമം പാസാക്കിയിട്ട് പോലും ആംബുലൻസിൽ കയറി കുട്ടികൾ തല്ലി, ICUവിൽ കയറി തല്ലി. അപ്പൊ ഇതെല്ലാം ഒരു ചെപ്പടി വിദ്യയാണ്. ഇത്തരം എത്തിക്സ്, ഇത്തരം മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു നാട്ടിൽ പോലീസിനെ വളരെയധികം സംശയത്തോടുകൂടി ഈ ഭരണത്തിൽ പോലീസ് എന്ത് അട്ടിമറിയും നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പിതാവ് അദ്ദേഹത്തിന്റെ മകൾ മരിച്ചതിന്റെ കൃത്യത പുറത്തു വരണമെന്ന് പറയണതിൽ എന്താണ് തെറ്റ്? ഞാൻ പറയുന്ന ഡിവിഷൻ ബെഞ്ചിലും പോണം. കാരണം കേരള പോലീസിന് ക്രെഡിബിലിറ്റി ഒക്കെ ഉണ്ട്, അതൊക്കെ എനിക്കും അറിയാം. പക്ഷെ രാഷ്ട്രീയ ഇടപെടലുകൾ വന്നാൽ നമുക്കറിയാലോ ആടിനെ പട്ടിയാക്കുന്ന പോലീസാണെന്ന്. വൺ ഓഫ് ദ ബെസ്റ്റ് പോലീസ്, ബട്ട് ഡാം ഷുവർ ഇതിൽ രാഷ്ട്രീയക്കാരെ ഇടപെടാം. പിന്നെ ഇതിന്റെ അകത്ത് മെഡിക്കൽ മാഫിയ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കണതിന്റെ ഒക്കെ അപ്പുറമാണ്. ഒന്നും വിചാരിക്കേണ്ട, ഇത് കോടികൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഫഷനായി മാറി. കോടികൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഫഷൻ ആവുമ്പോൾ ഇവിടുത്തെ മൂല്യങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു മുൻവിധിയൊന്നും പറയുന്നില്ല. ഒരു പിതാവിന് ഇത് അന്വേഷിക്കാൻ CBI അന്വേഷിക്കണമെന്ന് പറയാനുള്ള അർഹതയുണ്ട്. അതൊരു ആവശ്യവുമാണ്.